2024-25 ബഡ്ജറ്റിൽ ലാൻഡ്, ഗോൾഡ്, ഇക്വിറ്റി ഷെയർസ്, മ്യൂച്വൽ ഫണ്ട്സ് തുടങ്ങിയ എല്ലാ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ അസറ്റിൻ്റെയും ടാക്സ് റേറ്റ്സിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് കൂട്ടിയിട്ടുണ്ട്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ റേറ്റ് കുറച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുത്ത് കളഞ്ഞിട്ടുമുണ്ട്. ടാക്സ് സിംപ്ലിഫിക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ചേഞ്ചസ് കൊണ്ടുവന്നേക്കുന്നത്. എന്തൊക്കെയാണ് ഈ ചേഞ്ചസ്, ഇത് നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, പുതിയ ചേഞ്ചസ് എപ്പോഴാണ് നമുക്ക് ബെനിഫിറ്റബിൾ ആവുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യം നമുക്ക് എന്താണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് നോക്കാം. നിങ്ങളൊരു അസറ്റ് 24 മാസത്തെ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് നിങ്ങൾ ഏൺ ചെയ്യുന്ന ഗെയിനെയാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഈ 24 മാസം എന്നുള്ളത് ലാൻഡ്, ഗോൾഡ് മുതലായ ഉള്ള അസറ്റുകൾക്കാണ്. അതേസമയം ഇക്വിറ്റി ഷെയർസ് അതേപോലെ തന്നെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലാണെന്നുണ്ടെങ്കിൽ 12 മാസമാണ്. 12 മാസത്തിനോ അഥവാ 24 മാസത്തിനോ താഴെയാണെന്നുണ്ടെങ്കിൽ ആ അസറ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റാണ്. അവിടെ നിന്ന് നിങ്ങൾ ഏൺ ചെയ്യുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുമാണ്. ഇനി നമുക്ക് ടാക്സ് റേറ്റ് ചേഞ്ചസിലേക്ക് നോക്കാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 15% ആയിരുന്നത് 20% കൂട്ടിയിട്ടുണ്ട്. നേരത്തെ ഇക്വിറ്റി ഷെയർസിനും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിനും 1 ലക്ഷം രൂപ എക്സംഷൻ ആയിരുന്നെങ്കിൽ അത് 1,25,000 രൂപയാക്കി കൂട്ടുകയും ചെയ്തു. ഇനി മറ്റ് അസറ്റുകൾക്ക് നേരത്തെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 20% ആയിരുന്നത് 12% കുറയ്ക്കുകയും ചെയ്തു. ഇങ്ങനെ കുറച്ചത് നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് തോന്നുമെങ്കിലും അവിടെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഗവൺമെൻറ് റിമൂവ് ചെയ്യുകയും ചെയ്തു. ഇനി എന്താണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്? നമ്മൾ മേടിച്ച പർച്ചേസ് വാല്യൂവിൻ്റെ കൂടെ ഇൻഫ്ലേഷൻ്റെ കോമ്പണൻറ്റും കൂടെ ആഡ് ചെയ്യുന്നതാണ് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് 5 വർഷം മുന്നേ നിങ്ങൾ 10 ലക്ഷം രൂപയ്ക്ക് ഒരു സ്ഥലം മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ഈ 10 ലക്ഷം രൂപയുടെ കൂടെ നിങ്ങൾ ഇൻഫ്ലേഷൻ്റെ വാല്യൂ കൂടെ ആഡ് ചെയ്യണം. അങ്ങനെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഏകദേശം 12,50,000 രൂപയാവും നിങ്ങളുടെ പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഇൻഡെക്സ്ഡ് കോസ്റ്റാണ് നിങ്ങളുടെ സെൽ വാല്യൂ എന്ന് കുറച്ച് 10 ലക്ഷം രൂപ എടുത്ത് നിങ്ങളൊരു സ്ഥലം മേടിച്ചെന്ന് കരുതുക. ഇത് 5 വർഷത്തേക്ക് നിങ്ങൾ ഹോൾഡും ചെയ്തു. 5 വർഷത്തിന് ശേഷം നിങ്ങൾ 7% ഇയർലി ഗ്രോത്തോടെ നിങ്ങളിത് സെല്ല് ചെയ്തെന്ന് കരുതുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൽ വാല്യൂ എന്ന് പറയുന്നത് 14,02,551 രൂപയാണ്. ഇവിടെ പഴയ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് നിങ്ങൾക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇൻഡെക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 12,56,055 രൂപയാണ്. അതേസമയം പുതിയ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ 10 ലക്ഷം രൂപ തന്നെ നിങ്ങൾ അതിൻ്റെ പർച്ചേസ് കോസ്റ്റ് തന്നെ എടുക്കണം. അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 1,46,496 രൂപയാണ് പഴയ സിസ്റ്റത്തിൽ. പുതിയ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ 4,02,551 രൂപയാണ്. ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് പഴയ സിസ്റ്റത്തിൽ 20%, പുതിയ സിസ്റ്റത്തിൽ 12.5%. പഴയ സിസ്റ്റത്തിൽ ടാക്സ് അടയ്ക്കേണ്ടത് 29,299 രൂപയാണെന്നുണ്ടെങ്കിൽ പുതിയ സിസ്റ്റത്തിൽ 50,318 രൂപ അടയ്ക്കണം. ഡിഫറൻസ് എന്ന് പറയുന്നത് പുതിയ സിസ്റ്റത്തിൽ നിങ്ങൾ 21,019 രൂപ കൂടുതൽ നിങ്ങൾ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റിൻ്റെ അഭാവം കൊണ്ടാണ് ടാക്സ് റേറ്റ് കുറച്ചിട്ടും നമ്മൾ എക്സ്ട്രാ ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്. ഇനി ഈ മാറ്റം അത്ര മോശമാണോ? നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ഇയർലി ഗ്രോത്ത് 7% കൺസിഡർ ചെയ്തത്. അത് 12% ആക്കിയാൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ 10 ലക്ഷം രൂപയ്ക്ക് നമ്മളൊരു സ്ഥലം മേടിക്കുകയാണ്, അത് 5 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 12% ഇയർലി ഗ്രോത്ത് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സെയിൽ വാല്യൂ എന്ന് പറയുന്നത് 17,62,341 രൂപയാണ്. ഇവിടെ ഓൾഡ് ടാക്സ് സിസ്റ്റത്തിൽ നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ 12,56,055 രൂപ നമ്മൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 5,06,286 രൂപയാണ്. അതേസമയം നമുക്ക് പുതിയ സിസ്റ്റത്തിൽ നമുക്ക് ഇൻഡെക്സ്ഡ് കോസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ 10 ലക്ഷം എന്നുള്ള പർച്ചേസ് വാല്യൂ തന്നെയാണ് എടുക്കേണ്ടത്. അങ്ങനെ പർച്ചേസ് വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 7,62,341 രൂപയാണ്. ഇവിടെ പഴയ സിസ്റ്റത്തിൽ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത് 20%, പുതിയ സിസ്റ്റത്തിൽ 12.5%. നമ്മൾ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത് 1,01,257 രൂപയാണ് ഓൾഡ് സിസ്റ്റത്തിൽ. ന്യൂ സിസ്റ്റത്തിൽ നമ്മൾ അടയ്ക്കേണ്ടത് 95,292 രൂപ. ഇവിടെ നമുക്ക് 5,964 രൂപ നമുക്ക് ലാഭമായി കിട്ടും പുതിയ സിസ്റ്റത്തിൽ. ചുരുക്കി പറഞ്ഞാൽ 12% ഗ്രോത്ത് റേറ്റ് ഉണ്ടെങ്കിൽ പഴയതിനെക്കാട്ടിലും ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ലാത്ത 12.5% പുതിയ ടാക്സ് സിസ്റ്റമാണ് ബെനിഫിറ്റബിൾ ആയിട്ട് നമുക്ക് വരുന്നത്. ഇനി ടാക്സ് ചേഞ്ച് എങ്ങനെയാണ് ബെനിഫിറ്റബിൾ ആവുന്നത്? ഒന്നെങ്കിൽ നിങ്ങൾ 12% കൂടുതൽ റിട്ടേൺ നിങ്ങളുടെ
വസ്തുവകയിൽ നിന്ന് ഉണ്ടാക്കാൻ നോക്കുക. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കാലം, അത് 10 വർഷമോ 10 വർഷത്തിന് മുകളിലോ നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ നോക്കുക. ഇങ്ങനെ ഈ പുതിയ ചേഞ്ച് നിങ്ങൾക്ക് ബെനിഫിറ്റബിൾ ആവും.